കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട അത്യാഹിത വിഭാഗം തുറന്ന് പ്രവർത്തിക്കുന്നതിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഒരാഴ്ച പിന്നിട്ടിട്ടും അത്യാഹിത വിഭാഗം തുറന്നിട്ടില്ല. 3 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കും എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായത്. ഇംതിയാസിലേക്കാണ്. ശരി, ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസ്, അന്ന് നമ്മൾ കേട്ടതാണ് ഈ അപകടശേഷം ആകെ എല്ലാവരും പരിഭ്രാന്തരായി ഓടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഉടനടി പരിഹരിക്കപ്പെടുമെന്നൊക്കെ. പക്ഷേ ഇത് ഇത്രയും ദിവസമായി എന്തുകൊണ്ടാണ് ഈ ഒരു കാലതാമസം? വേണ്ട ശ്രദ്ധ, വേണ്ട ഉദ്യോഗസ്ഥരോ ഒന്നും സ്ഥലത്തില്ലേ? ദിവിഷ്മണി, രതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് താൽക്കാലികമായി മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുള്ള പഴയ കാഷ്വാലിറ്റിക്ക് മുൻപിലാണ്. ഇവിടെയാണ് ഇപ്പോൾ താൽക്കാലികമായി ഒരുക്കിയ കാഷ്വാലിറ്റി എല്ലാം പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും എല്ലാവരും ഉന്നയിക്കുന്നത് 3 ദിവസം കൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടിട്ടും പുതിയ കാഷ്വാലിറ്റി PMSY ബ്ലോക്ക് ഇതുവരെ തുറന്ന് പ്രവർത്തിക്കാനായിട്ടില്ല. അതായത് ഇതിൻ്റെ ബാറ്ററികൾ മുഴുവൻ മാറ്റി സ്ഥാപിച്ച് ഈ കെട്ടിടം ഉപയോഗപ്രദമാണ് എന്ന കാര്യത്തിൽ വിവിധ വകുപ്പുകൾ സാക്ഷ്യപ്പെടുത്തണം. അത്തരം നടപടികളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല. അതിലെല്ലാം അനിശ്ചിതത്വം തുടരുന്നു, മെല്ലെപ്പോക്ക് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇന്ന് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ പരിശോധന പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചാൽ മാത്രമേ എന്തു നടപടികളാണ് ഇനി സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരികയുള്ളൂ. അപ്പോഴും ഈ പിന്നിടുന്നു അത്യാഹിത വിഭാഗം തുറക്കാതെ വരുമ്പോൾ. കാരണം മലബാറിനെ സംബന്ധിച്ചോളം അറിയാം, ഒരുപാട് ജില്ലകൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്? അങ്ങനെയുള്ള പ്രതികരണങ്ങൾ രോഗികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും രതീഷ്, അതായത് ഈ പഴയ കാഷ്വാലിറ്റിയിൽ അത്രയധികം സൗകര്യങ്ങളില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ഒരു അഷ്റഫ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. താങ്കൾക്കറിയാമല്ലോ, പുതിയ കാഷ്വാലിറ്റി നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഈ പഴയ കാഷ്വാലിറ്റിയിലെ അവസ്ഥ, ഈ താൽക്കാലികമായി ഒരുക്കിയിട്ടുള്ള? നമുക്കറിയാലോ, ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, സ്ട്രെച്ചറൊക്കെ പുറത്ത് നിരത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ സാധാരണക്കാരനൊരു വലിയ പ്രയാസം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ചെറിയ മഴ പെയ്ത് സ്ട്രെച്ചറിൽ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഉള്ളിലാണെങ്കിലും കറണ്ടിൻ്റെ മറ്റ് സൗകര്യങ്ങളൊക്കെ പിന്നെ പഴയതിൽ നിന്ന് മാറുമ്പോഴുള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ. എന്താ പറയുക, കറണ്ട് പോയാൽ റീസെറ്റ് ആകാനൊക്കെ കുറേ സമയം എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു രോഗിയായിട്ട് വന്നത്, ഒരു പണി സ്ഥലത്ത് നിന്ന് ഒരാൾ വീണ് അയാളെ കൂട്ടി വന്നതാണ്. അപ്പോൾ ഏതായാലും പിന്നെ സാധാരണക്കാരന് വലിയൊരു പ്രയാസമുള്ള ഒരു ഈ എന്താ പറയുക, ഈ റീകണ്ടീഷൻ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടാണുള്ളത്. സാധാരണക്കാരൻ വലിയ പ്രയാസത്തിലാണ് ഈ മാറ്റുമ്പോഴുള്ള. നമുക്കറിയാലോ, മെഡിക്കൽ കോളേജ് ഇപ്പോൾ കാഷ്വാലിറ്റി മാറിയതോടുകൂടി ഇതിൻ്റെ ഒരു 10 ഇരട്ടി തന്നെ ഉള്ള രീതിയിലാണ് അവിടെ സൗകര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ പെട്ടെന്ന് നിന്ന് പോകുമ്പോഴുള്ള ഒരു പ്രയാസം തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, പഴയ കാഷ്വാലിറ്റിക്കുള്ളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ആളുകൾക്ക് പിന്നെ സ്ട്രക്ചറൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? എന്ന് തീർച്ചയായും ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് കയറിയൊക്കെ തന്നെ മനസ്സിലാവും. പിന്നെ പഴയ സൗകര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഈ പുതിയതാക്കി മാറ്റുമ്പോഴുള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ. എന്തായാലും പ്രയാസം തന്നെയാണ് ആളുകൾക്ക് ആ പഴയ രീതിയിൽ.